ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ഹരിപ്പാട് 2 ആശുപത്രികളിലെ പ്രസവ ശസ്ത്രക്രിയകളിൽ വീഴ്ച വരുത്തിയ സംഭവങ്ങളിൽ അന്വേഷണം കായംകുളം ഡിവൈഎസ്പിക്ക് കൈമാറി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെയും കരുവാറ്റിലെ ദീപ എന്ന സ്വകാര്യ ആശുപത്രിക്കെതിരെയുമാണ് ഗുരുതര ആരോപണമുള്ളത്. കരുവാറ്റയിലെ ദീപ ഹോസ്പിറ്റലിനെതിരെ ഹരിപ്പാട് താമല്ലാക്കൽ സ്വദേശിയുടെ കുടുംബമാണ് പരാതി നൽകിയത്. പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം വയറുവേദനയെ തുടർന്ന് യുവതി ആശുപത്രിയിലെത്തിയെങ്കിലും സ്കാനിംഗ് നടത്തി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വയറിൽ കത്രിക ഉണ്ടെന്ന് കണ്ടെത്തി പുറത്തെടുത്തു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും തുന്നിക്കെട്ടിയെന്നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ ആരോപണം. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ ജെയിൻ ജേക്കബ് പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റെ വൈറ്റൽ കണ്ടീഷൻസ് സ്റ്റേബിൾ ആയതുകൊണ്ട്, അതായത് പൾസും ബി.പിയും നോർമൽ ആയതുകൊണ്ടും പിന്നീട് ഹീമോഗ്ലോബിൻ ഒരുപാട് ഫോൾ ചെയ്യാഞ്ഞതുകൊണ്ടും അവർ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് അഥവാ നിരീക്ഷണത്തിൽ ആൻറ്റിബയോട്ടിക് കൊടുത്ത് നിരീക്ഷണത്തിലായിരുന്നു വെച്ചിരുന്നത്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഹെമറ്റോമയുടെ സൈസ് കുറയാത്തതിനാൽ അവരത് വൂണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഹെമറ്റോമ ഇവാക്യുവേറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ 1-2 ദിവസം പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐസിയിലും പിന്നീട് വാർഡിലും കിടത്തി പേഷ്യൻറ്റിനെ സുഖമായി ഡിസ്ചാർജ് ചെയ്ത്. ഇതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അല്ലാതെ പ്രചരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സത്യമല്ല എന്നാണ് അറിയിക്കാനുള്ളത്. ഈ 2 വിഷയങ്ങളും കായംകുളം ഡിവൈഎസ്പി അന്വേഷിക്കും. താലൂക്ക് ആശുപത്രിയിലെത്തി കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ വിവരങ്ങൾ ശേഖരിച്ചു. ആരോപണ വിധേയയായ ഡോക്ടറുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. 24 ആലപ്പുഴ.